ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ദോശയിലൂടെ ഇഡ്ഡലിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ്. നമ്മൾ തട്ടുദോശ വാങ്ങിയപ്പോൾ കിട്ടുന്നൊരു ചമ്മന്തി ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ചമ്മന്തിയാണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ, ചെറിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി, പച്ചമുളക്, തക്കാളി, ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം മുളകൊക്കെ നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് എടുക്കാം. ഞാൻ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. തക്കാളി ആണെങ്കിൽ ഒരു പഴുത്ത തക്കാളി വലുതാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഇടുമ്പം ആദ്യം ചുവന്നുള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി ഐറ്റംസ് ആദ്യം ഇടാൻ നോക്കുക. എന്നിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കുന്ന സമയത്ത് ഇതൊന്നും അരയത്തില്ല, കറക്റ്റായിട്ട് നന്നായിട്ട് അരഞ്ഞ് ചേരത്തില്ല. അതുകൊണ്ടാണ് മറ്റേ ഉള്ളിയും പച്ചമുളകും എല്ലാം ആദ്യം ഇട്ട് കൊടുത്തത്. ഇനി ഞാൻ തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ അരയ്ക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോഴാണ് ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതായത് ചമ്മന്തി നമ്മൾ താളിച്ചൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പിടാൻ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം ചമ്മന്തിക്ക് വേണ്ടി തേങ്ങ അരയ്ക്കുമ്പം ആ അരയ്ക്കുന്നതിനോടൊപ്പം ഉപ്പിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി താളിക്കാൻ വേണ്ടി പാത്രം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ കറിവേപ്പിലയും വറ്റൽമുളകും കഴുകി ഉടനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വെള്ളം നന്നായിട്ട് കുടഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഞാൻ പെട്ടെന്ന് എളുപ്പത്തിൽ അങ്ങ് ചെയ്തതാണ്. അപ്പം കുറച്ച് തെറിച്ചിട്ടുണ്ട്. എൻ്റെ മുഖത്തൊന്നും വീണില്ല, ക്യാമറയ്ക്കകത്ത് വീണത്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് ഞാൻ അധികം വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നന്നായിട്ട് നമുക്ക് തേങ്ങ അരഞ്ഞ് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്താണ് അരച്ചത്. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് എടുക്കാവുന്നതാണ്. സാധാരണ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് ലൂസ് കൺസിസ്റ്റൻസിയിൽ ആക്കത്തില്ല കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചമ്മന്തി എടുക്കുന്നത്. അപ്പോൾ അവരവരുടെ ആവശ്യമനുസരിച്ച് എടുക്കാം. അപ്പം നമുക്ക് ചമ്മന്തി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ചൂടായിട്ട് ഒന്ന് പതഞ്ഞ് വരണം, എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കി എടുക്കാൻ, അല്ലെങ്കിൽ തിളച്ച് പോയി കഴിഞ്ഞാൽ ചമ്മന്തി പീരയും വെള്ളം പോലെ ആയിപ്പോവും. തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യം വരത്തില്ല, കാരണം അതിനാവശ്യത്തിന് ഉപ്പ് ഉണ്ട്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ ഓക്കെ, താങ്ക്